Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ഫിസിക്കൽ ബാരിയേഴ്സ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് അന്ന് നമ്മൾ പറഞ്ഞത് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്നുള്ള നിലക്കാണ്. ജസ്റ്റ് എന്താണ് ഫിസിക്കൽ ബാരിയർ എന്താണെന്നും അതെങ്ങനെയാണ് വരുന്നതെന്നും ജസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾസ് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ആ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡിഫക്റ്റീവ് എക്യുപ്മെൻറ്റ്, നോയ്സ്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ഡോർസ് ആൻഡ് റൂംസ്, ഡിസ്റ്റൻസ്, ജസ്റ്റ് ഇത് എണ്ണി പറയാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇന്ന് നമ്മൾ ആ എക്സാമ്പിൾസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതായത് ഒരു 5 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ ബാരിയേഴ്സ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഫിസിക്കൽ ബാരിയറൊക്കെ പ്രത്യേകം ചോദിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് ദ ഫിസിക്കൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. 5 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞു എന്താണ് ഫിസിക്കൽ ബാരിയർ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അന്ന് പറഞ്ഞതല്ലേ. ഇനി നമ്മൾ അതിൽ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. ഒന്നാമത്തേത് ഡിഫക്റ്റീവ് എക്യുപ്മെൻ്റ് ആണ്. അതായത് ഉപയോഗിക്കുന്നത് കേടുള്ള ഉപകരണം, ഡിഫക്റ്റ് ഉള്ളത്, പോരായ്മ അല്ലെങ്കിൽ കേട് അല്ലെങ്കിൽ പ്രശ്നമുള്ള ഉപകരണം, ഡിഫക്റ്റ് ഉള്ളത്, പോരായ്മയുള്ള എക്യുപ്മെൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ യൂസിങ് ഡിഫക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് can lead to disruptions and affect the quality. അപ്പോൾ 2 കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ലീഡ് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അത് ഡിസ്റപ്ഷൻ ഉണ്ടായിരിക്കും. അതായത് കമ്മ്യൂണിക്കേഷൻ ഇന്ററപ്റ്റ് ചെയ്യും, കമ്മ്യൂണിക്കേഷനിൽ ഡിസ്റപ്ഷൻ, തടസ്സമുണ്ടാകും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ക്വാളിറ്റിയെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ 2 കാര്യം. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ ഡിസ്റപ്ഷൻ നടക്കും, ഡിസ്റപ്റ്റ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ററപ്ഷൻ, തടസ്സപ്പെടുക. മറ്റൊന്ന് ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യാം. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്യാമെന്ന് വെക്കാം. എൻ്റെ മൊബൈൽ ഫോണിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കൂല. അതേപോലെ തന്നെ ഞാൻ വിളിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിന് പ്രശ്നമുണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ ഈ മൊബൈൽ ഫോൺ എന്നുള്ളത് എക്യുപ്മെൻ്റ് ആണ്, ഉപകരണമാണ്. അത് സെൻറ്ററുടെ ഭാഗത്താണെങ്കിലും റിസീവറുടെ ഭാഗത്താണെങ്കിലും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോയ്സ് ആണ്, ബഹളം എന്നുള്ളത്. ദ പ്രസൻസ് ഓഫ് നോയ്സ് ക്യാൻ ഇന്റർഫിയർ. അതായത് ബഹളത്തിൻ്റെ പ്രസൻസ്, ഈ നോയ്സ് interfere with the production, transmission and reception of message. മെസ്സേജിൻ്റെ ഉൽപാദനം, മെസ്സേജ് കമ്പോസിഷൻ, ഉൽപാദിപ്പിക്കുക, കമ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ മെസ്സേജ് ഉണ്ടാക്കുക, മെസ്സേജ് ട്രാൻസ്മിഷൻ, മറ്റൊരാളിലേക്ക് സെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ മെസ്സേജ് റിസെപ്റ്റ് ചെയ്യുക, മെസ്സേജിൻ്റെ സ്വീകരണം. ഈ കാര്യങ്ങളിൽ നോയ്സ് ഒരു പ്രശ്നമായിട്ട് വരും. ദ പ്രസൻസ് ഓഫ് നോയ്സ് ക്യാൻ ഇന്റർഫിയർ. ഇതിൽ നോയ്സ് ഇന്റർഫിയർ ചെയ്യാം. അതായത് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു, ഇപ്പം ഈ സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ സമയത്ത് നല്ല ശബ്ദമുണ്ട് എന്ന് വെക്കാം. ശബ്ദത്തിനിടയിലാണെങ്കിൽ അതെൻ്റെ മെസ്സേജിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങളിത് കേൾക്കുന്നത് തിരക്കിലും ആൾക്കൂട്ടത്തിലും ആണെങ്കിൽ അവിടെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അത് റിസപ്ഷനെ ബാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നോയ്സ് ഒരു മെസ്സേജിൻ്റെ പ്രൊഡക്ഷനെയും ട്രാൻസ്മിഷനെയും റിസപ്ഷനെയും എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും. കാരണം അതിലെല്ലാം ശല്യമായിട്ട് വരും. മൂന്നാമത്തേത് ക്ലോസ്ഡ് റൂംസ്, അതുപോലെ തന്നെ ഡോർസ്. വെൻ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് across closed doors and rooms, the quality of the message may be കോംപ്രമൈസ്ഡ്. അതായത് ക്ലോസ്ഡ് ഡോർസ് അല്ലെങ്കിൽ റൂംസ് അല്ലെങ്കിൽ വിൻഡോസ്, നമ്മൾ ഇവയ്ക്ക് അക്രോസ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാം. അതായത് നമുക്കറിയാം
നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂം, അടച്ചിട്ട റൂം, അതുപോലെ തന്നെ വിൻഡോസ് ഡോർസ് എല്ലാം അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നിന്നും പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് കേൾക്കണം എന്നില്ല. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത നാലാമത്തേത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതായത് നമ്മൾ എത്ര കണ്ട് അടുത്തേക്ക് വരുന്നോ, അടുത്തേക്ക് വരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ, മൈക്കിൽ കയറി ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ ക്യാൻ ബി എ ബാരിയർ ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് സെൻഡറുടെയും അതുപോലെ തന്നെ റിസീവറുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ്, രണ്ടുപേർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കും അല്ലേ. രണ്ടുപേരും കുറച്ചൊക്കെ അടുത്തു നിൽക്കണം. ഒരുപാട് ഭയങ്കര ഒരാൾ അടുത്ത ആളെ ചെവിയിലോ അല്ലെങ്കിൽ വായിലോ കയറി ഇരിക്കണം എന്നല്ല. എന്നാലും നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കേണ്ട ഒരു ദൂരല്ലേ, ആ ഒരു മിനിമം അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയാണ് ഫിസിക്കൽ ബാരിയേഴ്സ്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കട്ടെ, ചോദ്യം മാറരുത്, നന്നായി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ? ഫിസിക്കൽ അല്ല, ഫിസിയോളജിക്കൽ. അപ്പൊ ഇവിടെ ഫിസിക്കൽ ഉണ്ട്, ഫിസിയോളജിക്കൽ ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ടു ബോഡി, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അത് ഞാൻ ആദ്യം എന്താന്ന് പറയാം, എന്താണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. അപ്പൊ ഇത് ഒരുപാടൊന്നുമില്ല, ഒരു 2 മാർക്കിനോ 1 മാർക്കിനൊക്കെ ഉള്ള ചോദ്യമായിട്ടാണ്. പക്ഷേ ഇത് പഠിച്ചാലേ എഴുതാൻ കിട്ടുള്ളൂ കേട്ടോ. നമുക്കിത് സ്വന്തമായിട്ട് വെറുതെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നേരെ ശ്രദ്ധിച്ച് കേൾക്കി. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് റെഫർ ടു ബയോളജിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ഡിസ്ലെക്സിയ പോലുള്ള ബയോളജിക്കൽ കണ്ടീഷൻസ് ആണ്. ബയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവശാസ്ത്രപരമായിട്ടുള്ള ശരീരവുമായി ബന്ധപ്പെട്ട. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്കിന് ചോദിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ലെക്സിയ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്. ആ പ്രശ്നം കൊണ്ട് ഡിഫിക്കൽട്ട് ടു റൈറ്റ് ആൻഡ് റീഡ്. ഇത്തരം ഡിസ്ലെക്സിയ ഉള്ള ആളുകൾക്ക് അവർക്ക് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷൻ, ബ്രെയിനിന്റെ കണ്ടീഷനാണ് എന്ത്, ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ഡിസ്ലെക്സിയ പോലുള്ള കണ്ടീഷൻസ് ലൈക്ക് ഡിസ്ലെക്സിയ. അപ്പൊ ഡിസ്ലെക്സിയ പോലുള്ള ബയോളജിക്കൽ കണ്ടീഷൻസ് ദാറ്റ് അഫക്റ്റ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെ? കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഡിസ്ലെക്സിയ പോലുള്ള ബയോളജിക്കൽ കണ്ടീഷൻസ്, ആ കണ്ടീഷൻസിനെയാണ് നമ്മൾ ബയോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൻഡറുടെയോ റിസീവറുടെയോ, അതായത് ശരീരത്തിൽ ഡിസ്ലെക്സിയ പോലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് അത് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നു. അങ്ങനെ ബാധിക്കുന്നതാണ് എന്ത്, ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. മാത്രമല്ല ഇറ്റ് പോസസ് ഡിഫിക്കൽറ്റി ഇൻ ദ കോമ്പോസിഷൻ ആൻഡ് ഇഫക്റ്റീവ് റിസപ്ഷൻ ഓഫ് മെസ്സേജ്. ഇത്തരം ആളുകൾ 2 വിഷയമാണ് വരിക. 2 കാര്യങ്ങൾക്കാണ് പോസസ് ഡിഫിക്കൽട്ടി, വെല്ലുവിളി വരുന്നത്, ബുദ്ധിമുട്ട് വരുന്നത്. ഒന്ന് മെസ്സേജിന്റെ കോമ്പോസിഷനും മറ്റൊന്ന് റിസപ്ഷനും. അപ്പൊ ഇത്തരം ആളുകൾക്ക് ഒരു മെസ്സേജ് കോമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതിന് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒരു മെസ്സേജ് ഫോം ചെയ്യാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് മെസ്സേജ് റിസപ്ഷനും, സ്വീകരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇഫക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ അതിന് നമ്മൾ ബയോളജിക്കലി ഫിറ്റ് ആയിരിക്കണം. അപ്പൊ ഈ 2 കാര്യങ്ങൾക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. മെസ്സേജിന്റെ കോമ്പോസിഷനെയും ബാധിക്കും, അതുപോലെ തന്നെ റിസപ്ഷനെയും ഇത് ബാധിക്കുന്നു. ഇതിന് എക്സാമ്പിൾ അതും കൂടി ഓർത്ത് വെച്ചോളൂ. ഇതിന് എക്സാമ്പിൾ 2 മാർക്കിനെ ചോദിച്ചാൽ ഇത്രയും എക്സാമ്പിൾ കൂടി എഴുതണം കേട്ടോ. എക്സാമ്പിൾ ആണ് ഡിസ്ലെക്സിയ ആൻഡ് നെർവ് ഡിസോർഡർ. 2 വാക്കുകൾ, ഒന്ന് ഡിസ്ലെക്സിയ, മറ്റൊന്ന് നെർവ് ഡിസോർഡർ. അതായത് നെർവ് സംബന്ധമായിട്ടുള്ള, നാഡീ സംബന്ധമായിട്ടുള്ള ഡിസോർഡറുകൾ, രോഗങ്ങൾ. ഡിസോർഡർ എന്നുള്ളത് നമ്മൾ അസുഖം, ഡിസീസ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഡിസോർഡർ
അപ്പൊ രണ്ട് എക്സാമ്പിൾ ഡിസ്ലെക്സിയ ആൻഡ് ഡിസോർഡർ. നെർവ് ഡിസോർഡർ is an dyslexia and nerve disorders are examples. ഇവിടെ രണ്ട് കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയാതെ യൂസ് പറഞ്ഞതാണ്, 6 പറയണം. ഡിസ്ലെക്സിയ ആൻഡ് നെർവ് ഡിസോർഡറുകള്, പലതരത്തിലുള്ള നെർവ് ഡിസോർഡറുകൾ ഉണ്ടായിരിക്കും. ആർ എക്സാമ്പിൾസ് ടു ഫിസിയോളജിക്കൽ ബാരിയർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വാട്ട് ആർ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എന്തുകൊണ്ടാണ് എല്ലാം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പരീക്ഷയ്ക്ക് ഏത് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ബാരിയേഴ്സ് എന്തായി കഴിഞ്ഞാലും പിന്നെ ഒരു 2-3 സെക്ഷനിൽ വരും. ഒരു ചോദ്യം വരുന്നല്ല ഞാൻ പറഞ്ഞത്. 1 മാർക്കിന്റെ ചോദ്യത്തിലും 2ന്റെയും 5ന്റെയും 10ന്റെ ഇതില് ചുരുങ്ങിയത് 2-3 സെക്ഷനിൽ വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ബാരിയേഴ്സ് പറഞ്ഞാൽ പോരാ കേട്ടോ. ഞാൻ അടുത്ത് പറയുന്നത് സൈക്കോളജിക്കൽ ബാരിയേഴ്സാണ്. അപ്പൊ സൈക്കോളജിക്കൽ ബാരിയേഴ്സും ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. 5 മാർക്കിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രം ഇല്ല. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് കേട്ടോ. സൈക്കോളജി വാക്കുകൾ ശ്രദ്ധിക്കണം. സൈക്കോളജി, പിന്നെ ഫിസിയോളജി, അതുപോലെ തന്നെ ഫിസിക്കൽ. സൈക്കോളജി എന്താ? സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആർ ദോസ് ഇന്റേണൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അത് ചില ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഇന്റേണൽ ഫാക്ടേഴ്സ്, ഇന്റേണൽ എക്സ്റ്റേണൽ എന്ന് കേട്ടില്ലേ? ഇന്റേണൽ ഫാക്ടേഴ്സ്, ദാറ്റ് മീൻസ് നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ, ഇൻസൈഡ് അവർ മൈൻഡ്. ഇന്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ഇന്റർഫിയർ വിത്ത് കമ്മ്യൂണിക്കേഷൻ. അത് കമ്മ്യൂണിക്കേഷനുമായിട്ട് ഇന്റർഫിയർ ചെയ്യും. അതായത് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന, കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന സം ഇന്റേണൽ ഫാക്ടേഴ്സ് അതാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആർ ദോസ് ഇന്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ഇന്റർഫിയർ വിത്ത് കമ്മ്യൂണിക്കേഷൻ. It depends on the mental states of sender or receiver. അപ്പോൾ ഈ ഒരു ഘടകം എന്ന് പറയുന്നത് സെൻഡറുടെയോ റിസീവറുടെയോ ഇവരുടെ മാനസികാവസ്ഥകളെ ആശ്രയിച്ചിട്ടാണ്. അപ്പം അതായത് ഓരോരുത്തരും മാനസികാവസ്ഥകളാണ്. ഇപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പല ഫാക്ടേഴ്സും ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ മാനസികാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡീൽ ചെയ്യാനുള്ള, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ ഒരു കഴിവ്, അതാണ് സെൻഡറുടെയോ അല്ലെങ്കിൽ റിസീവറുടെയോ മെന്റൽ സ്റ്റേറ്റ്സ്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ, ഇത് ആശ്രയിച്ചിരിക്കുന്നത്. ഇത് എന്തിനെ ആശ്രയിച്ചിട്ടാണ്? എല്ലാവരുടെ മനസ്സിനകത്തും ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, അതില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത് ബാധിക്കൂല. അപ്പൊ അതാണ് പറയുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെന്റൽ സ്റ്റേറ്റ്സ് ഓഫ് ദ സെൻഡർ ഓർ റിസീവർ. ഇനി സം ഓഫ് ദി സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആർ. ഇത്തരത്തിലുള്ള ചില സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, മനസ്സിന്റെ ഉള്ളിൽ നിന്നും കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന ചില ബാരിയേഴ്സ്, അത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? കാരണം നമുക്കും അറിയണം, എക്സാമിനും അറിയണം. അതായത് ഒന്നാമത്തേത് പ്രിജുഡിസ് എന്നുള്ളതാണ്. പ്രിജുഡിസം. ഒന്ന് പ്രിജുഡിസ്, ഒരു പ്രിജുഡിസ് ആയിട്ടുള്ള ആള്, പ്രിജുഡിസ് അഗെയിൻസ്റ്റ് ദി മെസ്സേജ് ഓർ ദ പേഴ്സൺ. ഇത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. അതായത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആളുകളിൽ ഒരാള്, 2 ആളും ആയിക്കോട്ടെ ഒരാളും ആയിക്കോട്ടെ, ആരാണെങ്കിലും ശരി, എന്താവുക? പ്രിജുഡിസ് ആവുക. പ്രിജുഡിസ് അതായത് മുൻധാരണ ഉണ്ടാവുക അഗെയിൻസ്റ്റ് ദ മെസ്സേജ് ഓർ പേഴ്സൺ. അതായത് എനിക്കൊരു മെസ്സേജ് വരുമ്പോൾ എനിക്ക് വന്ന മെസ്സേജിനെ കുറിച്ചൊരു പ്രിജുഡിസ്, അല്ലെങ്കിൽ ആ മെസ്സേജ് അയച്ച ആളെ കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുൻധാരണ, ഇത് അവനല്ലേ പറഞ്ഞത്, ഇത് അവൻ പറഞ്ഞതല്ല, അവനല്ലേ എന്നുള്ളൊരു പ്രിജുഡിസ്, ഒരു മുൻധാരണ, അവനല്ലേ. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കും, ഇതിപ്പോ ആ ക്ലാസ് അല്ലേ, അതിൽ അത്ര പറഞ്ഞാൽ മതി, ആ ക്ലാസ്. അപ്പൊ നമ്മളൊരു മുൻധാരണയോട് കൂടി സമീപിക്കാം. ഇതിപ്പോ ആ ക്ലാസ് അല്ലേ, ഇതിപ്പോ അവരല്ലേ, ആ കുട്ടികളല്ലേ, ആ ആളല്ലേ, ആ മെസ്സേജ് അല്ലേ, അങ്ങനെ ഒരു മുൻധാരണ. അപ്പൊ ഈ മുൻധാരണ നല്ലതല്ല. മുൻധാരണക്കാണ് എന്ത് പറയാ? പ്രിജുഡിസം എന്ന് പറയാം. പ്രിജുഡിസ്.
അപ്പോൾ നമ്മൾ ഇത് കമ്മ്യൂണിക്കേഷനിൽ മാത്രമല്ല നമ്മുടെ ലൈഫിലും ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും ഒന്നിനെ കുറിച്ചും ആരെക്കുറിച്ചും നിങ്ങളൊരു പ്രിജുഡിസം, ഒരു മുൻവിധി, മുൻധാരണ വെച്ച് പുലർത്തരുത്. അത് മിക്കവാറും നമുക്ക് അബദ്ധം വെച്ച് തരും. ആരെക്കുറിച്ചും ആരാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പ്രിജുഡിസ് ആവരുത്, അത് ചെയ്യരുത്. അപ്പോൾ ഒന്നാമത്തെ പ്രിജുഡിസമാണ്, പോയിന്റ് ഓർത്ത് വെക്കുക. ഏത്? സൈക്കോളജിക്കൽ ബാരിയർ. രണ്ടാമത്തേത് ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇൻ ദ പേഴ്സൺ ഓർ മെസ്സേജ്. നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു വശം, ആരുമായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണോ ആ മെസ്സേജിലുള്ള ലാക്ക് ഓഫ് ട്രസ്റ്റ്, വിശ്വാസക്കുറവ്. ലാക്ക് ഓഫ് ട്രസ്റ്റ്, വിശ്വാസക്കുറവ് കേട്ടോ, ഇതൊരു പ്രശ്നമാണ്. ലാക്ക് ഓഫ് ട്രസ്റ്റ്, വിശ്വാസക്കുറവ്. ഇനി അടുത്തത് ലാക്ക് ഓഫ് അറ്റൻഷൻ. അടുത്തത് എന്താണ്? ലാക്ക് ഓഫ് അറ്റൻഷൻ ആണ് അടുത്തത്. അതായത് ഈ ലാക്ക് ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയില്ലായ്മ. ഈ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ, മെന്റൽ, മാനസികമാണ്. അതുകൊണ്ട് അത് ഇതിലാ വരും. അതായത് ക്ലാസ് റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണെങ്കിൽ 100% നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. പകുതി അതിലും പകുതി പുറത്തും പകുതി ഇപ്പുറത്തും പകുതി അപ്പുറത്തും അങ്ങനെ ആവാൻ പാടില്ല. അതിനാണ് നമ്മൾ ലാക്ക് ഓഫ് അറ്റൻഷൻ, ദാറ്റ് മീൻസ് ആബ്സെന്റ് മൈൻഡഡ്നെസ്, ശ്രദ്ധയില്ലാതിരിക്കുക. ശ്രദ്ധയില്ലാതിരുന്ന ഞങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ലേ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പ്രധാനമായിട്ട് പറയുന്ന കാര്യമാണ് ക്ലാസ്സിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അപ്പൊ ലാക്ക് ഓഫ് അറ്റൻഷൻ. അടുത്തത് ലാസ്റ്റ് വൺ, പുവർ റീറ്റൻഷൻ കപ്പാസിറ്റി. അതായത് ഓർമ്മക്കുറവാണ്. പുവർ റീറ്റൻഷൻ കപ്പാസിറ്റി. നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കാനുള്ള ഒരു റീറ്റൻഷൻ കപ്പാസിറ്റിയുടെ കുറവ്, അതാണ് പുവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, മറന്നു പോവാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ഓർമ്മയിൽ സൂക്ഷിക്കാനും ചികഞ്ഞെടുക്കാനുമുള്ള ബുദ്ധിമുട്ട്. അതായത് മെമ്മറിയുടെ പുവർ മെമ്മറി, ഓർമ്മയുടെ കുറവ്. അതായത് അതിനാണ് നമ്മൾ എന്ത് പറയാ, വാക്ക് ഓർക്കണം കേട്ടോ, റീറ്റൻഷൻ കപ്പാസിറ്റി. റീറ്റൻഷൻ കപ്പാസിറ്റി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓർമ്മ കിട്ടാൻ സാധ്യത കുറവുള്ള വാക്കും ഇത് തന്നെയാണ്, റീറ്റൻഷൻ കപ്പാസിറ്റി. മാറിപ്പോയത് ചിലപ്പോൾ റീറ്റൻഷൻ ഡീറ്റൻഷൻ ആയിട്ടൊക്കെ മാറിപ്പോകും. വേർഡ് ശ്രദ്ധിച്ച് ഓർക്കണം, ഇതൊരു സാധാരണ പദമല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇത്രയും പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഇത്രയേ ഉള്ളൂ, ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. അഞ്ചാമത്തേത് എക്സ്പ്ലെയിൻ ലിംഗ്വിസ്റ്റിക് ഓർ സെമാന്റിക് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സെമാന്റിക് ബാരിയേഴ്സ് ഏതൊക്കെയാണ്. ഇതും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, 5 മാർക്കിന് ചോദിക്കാം. എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെയാ, എന്താ പറഞ്ഞത്, ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സെമാന്റിക്. അപ്പൊ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാ സംബന്ധമായിട്ടുള്ളതും അർത്ഥ സംബന്ധമായിട്ടുള്ളതുമായിട്ടുള്ള ബാരിയേഴ്സ്. സെമാന്റിക് എന്ന് പറഞ്ഞാൽ അർത്ഥ സംബന്ധമായിട്ടുള്ള, റിലേറ്റഡ് ടു മീനിങ്, ദാറ്റ് ഈസ് സെമാന്റിക്, സ്റ്റഡി ഓഫ് മീനിങ്. അപ്പൊ എന്താ പറയുന്നത്, ലിംഗ്വിസ്റ്റിക് ഓർ സെമാന്റിക് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. Linguistic or semantic barriers refer to obstacles to communication that occur from the defective use of language. ഭാഷ ഉപയോഗിക്കുന്നതിലുള്ള ഡിഫക്റ്റ്, പോരായ്മ, അതുമൂലം ഒക്കർ ചെയ്യുന്ന, അതുമൂലം സംഭവിക്കുന്ന ബാരിയർ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ബാരിയർ വരുന്നത്? ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സെമാന്റിക് കമ്മ്യൂണിക്കേഷൻ, സെമാന്റിക് ബാരിയർ എന്ന് പറഞ്ഞാല് refer to obstacles to communication. Obstacles to communication, കമ്മ്യൂണിക്കേഷന് തടസ്സമുണ്ടാകുന്നു. ദാറ്റ് occur, ആ തടസ്സം വരുന്നു. occur എന്ന് പറഞ്ഞാൽ happen. എങ്ങനെയാ തടസ്സം വരുന്നത്? ഫ്രം ദ ഡിഫക്റ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ്. അത് ഓർത്തു വെക്കണം. ഫ്രം ദ ഡിഫക്റ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജിന്റെ ശരിയായതല്ലാത്ത ഉപയോഗം. ഫ്രം ദ ഡിഫക്റ്റീവ് യൂസ് ഓഫ് ലാംഗ്വേജ്, അതിൽ നിന്നും occur obstacles to communication, കമ്മ്യൂണിക്കേഷന് തടസ്സമുണ്ടാവുന്നു. ആ തടസ്സത്തെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സെമാന്റിക് ബാരിയർ എന്ന് പറയാം. ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സെമാന്റിക് ബാരിയർ എന്ന് പറയുന്നത്.
ഇനി മനസ്സിലാക്കുക, ലാംഗ്വേജ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. എന്തുകൊണ്ട്? അതായത് നമുക്ക് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷനോ എത്ര സങ്കീർണമായിട്ടുള്ള കാര്യവും പ്രശ്നവും എന്തും ലാംഗ്വേജിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ലാംഗ്വേജ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർ പവർഫുൾ ഓർ ഇഫക്റ്റീവ് ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തത് ഇതിൽ തന്നെ കേട്ടോ, ദ എലമെന്റ്സ് ദാറ്റ് ബിക്കം ഒബ്സ്റ്റക്കിൾസ് ടു കമ്മ്യൂണിക്കേഷൻ ആർ. കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് വരുന്ന ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സെമാൻറ്റിക് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ്, എലമെന്റ്സ് ഏതൊക്കെയാണ്? ഏതെല്ലാമാണ് സെമാൻറ്റിക് എലമെന്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ലിംഗ്വിസ്റ്റിക് എലമെന്റ്സ്? ഒന്നാമത്തേത് പുവർ ക്വാളിറ്റി ഓഫ് മെസ്സേജ് ഓർ ലാക്ക് ഓഫ് ക്ലാരിറ്റി. നമ്മൾ എഴുതിയ അല്ലെങ്കിൽ പറയുന്ന മെസ്സേജിൻ്റെ ലാക്ക് ഓഫ് ക്ലാരിറ്റി, അതിൻ്റെ വ്യക്തത കുറവ് അല്ലെങ്കിൽ പുവർ ക്വാളിറ്റി ഓഫ് മെസ്സേജ്. മെസ്സേജിന് ക്വാളിറ്റി ഇല്ല. അതായത് മെസ്സേജിൻ്റെ ക്വാളിറ്റി കുറവ്, മെസ്സേജ് എടുത്ത് പോരാ. എപ്പോഴാണ് മെസ്സേജിന് ക്വാളിറ്റി കുറയുക? ഒന്ന്, ഉപയോഗിക്കേണ്ട അത്രയും വാക്കുകൾ വരാതിരിക്കുമ്പോൾ. അതായത് നല്ല ക്ലാരിറ്റി, നല്ല കണ്ടീഷനിൽ മെസ്സേജ് വരണമെങ്കിൽ പറയേണ്ടത് മുഴുവനായിട്ട് പറയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആവശ്യമായ പദങ്ങൾ അതും വ്യക്തതയോടുകൂടി ഉപയോഗിക്കണം. അതിൻ്റെ കുറവ്, അതാണ് ഒന്ന്. മെസ്സേജിന് ക്വാളിറ്റി പോരാ, പുവർ ക്വാളിറ്റി ഓഫ് മെസ്സേജ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ക്ലാരിറ്റിയുമില്ല ക്വാളിറ്റിയുമില്ല, ഒന്ന്. ഇനി രണ്ടാമത്തേത് ലാംഗ്വേജ് വേരിയേഷൻസ് ഓർ ഡയലക്ട്സ്. രണ്ടാമത്തേത് ഇതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് യൂസ് ഓഫ് ലാംഗ്വേജ് വേരിയേഷൻസ് ഓർ ഡയലക്റ്റ്. ലാംഗ്വേജ് വേരിയേഷൻസിനെയാണ് എന്ത് വിളിക്കുക? ഡയലക്റ്റ് എന്ന് വിളിക്കാം. ലാംഗ്വേജിന്റെ വേരിയേഷൻ, അതായത് ഇത് ഞാൻ നാളെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ജസ്റ്റ് അന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിന് എത്രയോ വേരിയേഷൻ ഉണ്ട്. മലയാളത്തിന്റെ പല വേരിയേഷൻ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ കണ്ണൂർ ഉപയോഗിക്കുന്നത്, കാസർഗോഡ് ഉപയോഗിക്കുന്നത്, തിരുവനന്തപുരത്ത്, ഇങ്ങനെ പ്രദേശങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് പലതരത്തിൽ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ ഉപയോഗിക്കുന്ന ഭാഷ, അവർക്ക് ചില പ്രത്യേക പദങ്ങൾ ഉണ്ടായിരിക്കും. ആ പദങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അവ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ അത്തരം വാക്കുകൾ പുസ്തകങ്ങളോ മറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ, ബുക്ക് മാത്രമല്ല, ഇപ്പൊ എൻ്റെ ഈ ക്ലാസ്സിൽ ഞാനൊരു നോർമൽ ആയിട്ടുള്ള ഒരു പൊതു ലാംഗ്വേജ് പറയണം. അല്ലാതെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കാസർഗോഡുള്ള വ്യക്തിയാണെന്ന് വെക്കാം. ഞാൻ കാസർഗോഡിന്റെ തനതായ ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതെങ്കിൽ കാസർഗോഡുകാർക്ക് മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പൊ അതന്നെയാണ് ഇവിടെയും പറയുന്നത്, ലാംഗ്വേജ് വേരിയേഷൻ. ആ വേരിയേഷനാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത്. ഡയലക്റ്റ് ഉപയോഗിക്കുന്നത് ലിംഗ്വിസ്റ്റിക് ബാരിയർ ആണ്. എന്താ കാരണം? ഡയലക്ട്സ് ക്യാൻ ഡിഫർ ഇൻ വൊക്കാബുലറി, ഗ്രാമർ, ആക്സെന്റ്. 3 കാര്യങ്ങളിൽ ഡയലക്റ്റുകളിൽ നമുക്ക് വ്യത്യാസം കാണും. 3 കാര്യങ്ങളിൽ. അതായത് ഡയലക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് വൊക്കാബുലറി, പദങ്ങളിൽ അർത്ഥം മാറും. അതുപോലെ തന്നെ ഗ്രാമറിൽ മാറ്റം ഉണ്ടാവാം. അതുപോലെ തന്നെ ആക്സെന്റ്, ഉച്ചരിപ്പിൽ വാക്കുണ്ടായിരിക്കും. പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി അടുത്തൊരു ലിംഗ്വിസ്റ്റിക് ബാരിയർ എന്ന് പറയുന്നത് ജാർഗൺ ആണ്. ജാർഗൺ എന്താണെന്നറിയോ? ജാർഗൺ അറിയണ്ടാവും. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ. 1 മാർക്കിലും വരും, 5 മാർക്കിലും വരും. എന്താ ജാർഗൺ? ജാർഗൺ എന്ന് പറഞ്ഞാല് യൂസ് ഓഫ് വേർഡ്സ് which are understood only by a particular group of persons. അതായത് ഒരു നിശ്ചിത വിഭാഗം ആളുകൾക്ക് മാത്രം അറിയുന്ന പദങ്ങൾ. അതായത് ചിലപ്പോൾ അതൊരു ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. അതുപോലെ അല്ലെങ്കിലോ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ, സബ്ജക്റ്റിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടേംസ് പോലെ. ഇപ്പോൾ ഏതെങ്കിലും, ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ടെക്സ്റ്റ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം.
എന്നാൽ ഈ ഹാർട്ട് അറ്റാക്കിന് പകരം ഉപയോഗിക്കുന്ന ഹാർട്ട് അറ്റാക്കിന് പകരം ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ടേം ഉണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഈ ക്ലാസ് പറയുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ടെക്സ്റ്റ് ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ മറിച്ചപ്പോൾ പറഞ്ഞു കേട്ടോ. അതായത് ഞാൻ ആ ഒരു ഭാഗം ക്ലാസ് എടുക്കുമ്പോൾ അന്ന് ടെക്സ്റ്റ് നോക്കി ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആ ടേം ഞാൻ മറന്നുപോയി. അതൊരു മെഡിക്കൽ ടേമാണ്. ആ ടേം കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയില്ല. അതേ സമയത്ത് ആ പദം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ലിംഗ്വിസ്റ്റിക് ബാരിയർ വരും. എന്നാൽ ആ പദം ഒഴിവാക്കുക, പകരം എന്തുപയോഗിക്കുക, ഹാർട്ട് അറ്റാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവിടെ പരിഹരിക്കാൻ പറ്റും. ഇത്തരത്തിൽ ചില പർട്ടിക്കുലർ ഗ്രൂപ്പിന് മാത്രമോ അല്ലെങ്കിൽ ചില പ്രത്യേക വിഷയങ്ങൾ, ചില സബ്ജക്റ്റുകൾ അതിൽ അവർക്ക് മാത്രമായോ അറിയുന്ന പദങ്ങൾ, അത്തരം പദങ്ങളെയാണ് നമ്മൾ ആ ഒരു വൊക്കാബുലറിയാണ് ജാർഗൺ. ഇതൊരു മാർക്കിന് ഞാൻ മുൻപ് ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ജാർഗണിന്റെ ഉപയോഗം എന്താണ്? ലിംഗ്വിസ്റ്റിക് ബാരിയർ ആണ്. അടുത്തത് എന്ന് പറയുന്നത് അടുത്തൊരു ലിംഗ്വിസ്റ്റിക് ബാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് ഒരു സെമാൻറ്റിക് ബാരിയർ ആണ്. ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു മീനിങ് ആണ്. ഡിഫറെന്റ് മീനിങ് ഓഫ് ദ സെയിം വേർഡ്. അടുത്തത് ഒരു പദത്തിന്റെ പല പല അർത്ഥങ്ങൾ, അതായത് കോണ്ടെക്സ്റ്റുവൽ മീനിങ്സ് അല്ലെ, സന്ദർഭം സാഹചര്യം ഒത്തുവരുന്ന അർത്ഥങ്ങൾ. കോണ്ടെക്സ്റ്റുവൽ മീനിങ്സ്, സന്ദർഭം സാഹചര്യം ഒത്തുവരുന്ന അർത്ഥങ്ങൾ. അത് നമ്മൾ കൃത്യമായിട്ട് ആ സന്ദർഭം നമ്മൾ നോക്കി അവിടെ ആ മീനിങ് കൊടുക്കണം. അങ്ങനെ ഇംഗ്ലീഷിലൊക്കെ ഇഷ്ടംപോലെ വേർഡ്സിന് അങ്ങനെ അർത്ഥം വരുന്നുണ്ട്. സന്ദർഭം അല്ലെ, കോണ്ടെക്സ്റ്റുവൽ മീനിങ്, ഇത് ഒരു സെമാൻറ്റിക് ബാരിയർ ആണ്. അടുത്തത് പറയുന്നത് റോങ് ട്രാൻസ്ലേഷൻ, തെറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇനി അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അതൊരു സെമാൻറ്റിക് ബാരിയറാണ്. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ 3 എണ്ണം, ഒന്ന് ജാർഗൺ, മറ്റൊന്ന് മൾട്ടിപ്പിൾ മീനിങ്സ് അല്ലേ, അതായത് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ. ഇവിടെ പറഞ്ഞത് ഡിഫറെന്റ് മീനിങ്സ്, മൾട്ടിപ്പിൾ മീനിങ്സ്, അതുപോലെ തന്നെ റോങ് ട്രാൻസ്ലേഷൻ. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ലിംഗ്വിസ്റ്റിക് ഓർ സെമാൻറ്റിക് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനും കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്തേണ്ടി വരും കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? വാട്ട് ആർ പെർസെപ്ച്വൽ ബാരിയേഴ്സ്? 2 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. എന്തെല്ലാമാണ് പെർസെപ്ച്വൽ ബാരിയേഴ്സ്? പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരണ, ചിന്ത അല്ലെങ്കിൽ ധാരണ, ഇതുമായി ബന്ധപ്പെട്ടതാണ് പെർസെപ്ച്വൽ ബാരിയേഴ്സ്. പെർസെപ്ച്വൽ ബാരിയേഴ്സ് ആർ ഒബ്സ്റ്റക്കിൾസ് that arise as a result of different perceptions of the sender and receiver. അതായത് സെൻഡറുടെയും റിസീവറുടെയും വ്യത്യസ്തമായിട്ടുള്ള ധാരണകളുടെ ഫലമായിട്ടുണ്ടാകുന്ന തടസ്സം. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് വാക്ക് വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കൂ, പെർസെപ്ച്വൽ ബാരിയേഴ്സ് ആർ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളാണ്. ദാറ്റ് എറൈസ് ആസ് എ റിസൾട്ട്, ഇതിന്റെ ഫലമായിട്ടാണ് അത് എറൈസ്, ഉയർന്നു വരുന്നത്, ഉണ്ടാകുന്നത്. ദാറ്റ് എറൈസ്, ആ തടസ്സങ്ങൾ എറൈസ്, ദാറ്റ് മീൻസ് ടു കം ഔട്ട് ഓർ എമർജ്. ആ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് ഡിഫറെന്റ് പെർസെപ്ഷൻ, വ്യത്യസ്ത ധാരണകൾ. ആരുടെയൊക്കെ? ഓഫ് ദി സെൻഡർ ആൻഡ് റിസീവർ. അപ്പൊ സെൻഡർക്കും റിസീവർക്കും പല പല ധാരണകൾ. അത് മനസ്സിലാക്കണം. ഒരേ വസ്തുവിനെ കുറിച്ച്, ഒരേ കാര്യത്തെക്കുറിച്ച്, ഒരേ കണ്ടന്റ്, ഒരേ ടോപ്പിക്, അതിനെക്കുറിച്ച് സെൻഡർക്ക് അല്ലെ ഒരേ കാര്യം, ഒരു കാര്യത്തെക്കുറിച്ച് 2 പേര് 2 തരത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും? കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അല്ലേ? അതന്നെയാണ് ഇവിടെയും പറയുന്നത്. സെൻഡറും റിസീവറും ഒരു കാര്യം എന്ത് ചെയ്യാണ്? വ്യത്യസ്ത ധാരണകൾക്ക് അതിനെക്കുറിച്ച് അവർക്ക് ഉണ്ടാവുന്നു. അതിൽ നിന്നും രൂപപ്പെടുന്ന എറൈസ് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾ ആണ് ഏത്? പെർസെപ്ച്വൽ ബാരിയർ. ഇനി എഡ്യൂക്കേഷൻ, എല്ലാ കാര്യത്തിലും എല്ലാവർക്കും ഒരേ ധാരണയാണ് ഉണ്ടാവുക? അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില കാര്യങ്ങളെ കുറിച്ചുള്ള എൻ്റെ ധാരണകളും നിങ്ങളുടെ ധാരണകളും വ്യത്യസ്തമായിരിക്കും. എൻ്റെ ഫാദറിൻ്റെ ധാരണകളും എൻ്റെ ധാരണകളും വ്യത്യസ്തമായിരിക്കും. എൻ്റെ മക്കളുടെ ധാരണകളും എൻ്റെ ധാരണകളും വ്യത്യസ്തമായിരിക്കും.
എന്തുകൊണ്ടാണ് ധാരണകൾ ഇങ്ങനെ പെർസെപ്ഷൻസ് ഇങ്ങനെ ഡിഫറൻ്റ് ആകുന്നത്? അതിനുള്ള കാരണങ്ങളാണ് എന്തൊക്കെയാണെന്നറിയാവോ? എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, ഏജ്. ഏതൊക്കെയാ പറഞ്ഞത്? ഒന്ന് വിദ്യാഭ്യാസം, മറ്റൊന്ന് ജോലി, മറ്റൊന്ന് പ്രായം, എക്സെട്ര. ഇത്തരം ഘടകങ്ങൾ ക്യാൻ ബി പെർസെപ്ച്വൽ ബാരിയർ. ഇതൊക്കെ എന്താണ്? പെർസെപ്ച്വൽ ബാരിയേഴ്സ് ആണ്. ഈ പറയുന്ന ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ധാരണകൾ മാറും. ഇനി ഒരു എക്സാമ്പിൾ ഞങ്ങളോട് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ കേട്ടോ. എക്സാമ്പിൾ ശ്രദ്ധിച്ചോളത്തിൽ ലേശം വലിപ്പമുള്ള എക്സാമ്പിൾ ആണ്, അത് ഞാൻ ചുരുക്കിയിട്ടുണ്ട്. ദ നോഷൻ ദാറ്റ്, നോഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിന്ത, ഈ ഒരു ഐഡിയ, ആളുകൾക്കിടയിലുള്ള ഇത്തരം ഒരു ചിന്ത, ഇത്തരം ഒരു കാഴ്ചപ്പാട്. അതായത് പീപ്പിൾ വിത്ത് ഫോർമൽ എഡ്യൂക്കേഷൻ ആർ ഇന്റലിജന്റ്. ഇതാണ് ആ ധാരണ. അതായത് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ബുദ്ധി കൂടും. ഫോർമൽ എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾ ആർ ഇന്റലിജന്റ് എന്ന ധാരണ, ആ ഒരു നോഷൻ എന്തു ചെയ്യും? വുഡ് ക്രിയേറ്റ് പ്രിജുഡീസ് ഇൻ ദ മൈൻഡ്സ്. ആളുകളുടെ മനസ്സിൽ അത് എന്ത് ചെയ്യും? ഒരു പ്രിജുഡീസ്. ആളുകളുടെ മനസ്സിൽ അതൊരു പ്രിജുഡീസ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ, ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ എഡ്യൂക്കേഷൻ നോക്കി സംസാരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി വീട്ടിൽ ചെല്ലുകയാണ്, അവിടെ നമ്മൾ ഏജ് ഉള്ള ഒരാളെ കാണുകയാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിലൊരു ധാരണ വരുന്നത്, അയ്യോ ഇവിടെ ഒരു കാരണവരാണ്, ഈ കാരണവരോട് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, എന്ത്, ഇവിടെ ചെറുപ്പക്കാരില്ലേ എന്ന് ചോദിക്കും. എന്താണ്? പ്രിജുഡീസ്. എന്ത് പ്രിജുഡീസ് ആണ് അവിടെ? എന്ത് മുൻവിധിയാണ്? ഇതാണ് ആ മുൻവിധി. അതായത് ദ നോഷൻ ദാറ്റ് പീപ്പിൾ വിത്ത് ഫോർമൽ എഡ്യൂക്കേഷൻ ആർ ഇന്റലിജന്റ്. അതായത് ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ടോ അവർ ഇന്റലിജന്റ് ആയിരിക്കും. അതായത് നമ്മൾ കണക്കാക്കുകയാണ്, ചെറുപ്പക്കാരാണെങ്കിൽ അവർ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്നു, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഇന്റലിജന്റ് ആയിരിക്കും എന്ന നോഷൻ. ആ നോഷൻ ക്രിയേറ്റ് പ്രിജുഡീസ്. നമ്മളിൽ എന്തുണ്ടാക്കും? പ്രിജുഡീസ്. നമ്മളിൽ മുൻവിധി ഉണ്ടാക്കും നമ്മളെ മനസ്സുകളിൽ. മാത്രമല്ല ആ മുൻവിധികൾ അഫക്റ്റ് ദ ക്വാളിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ ക്വാളിറ്റിയെ ബാധിക്കും. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രായമുള്ള ആളെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകണ്ടായിരിക്കും. പക്ഷെ ഏജ് എന്നുള്ളത് ഒരു പെർസെപ്ച്വൽ ബാരിയറാണ്. നമ്മൾ കാണുന്നത് തല നരച്ചിട്ടുള്ള ഒരു പാവം മനുഷ്യനാണ്. അവിടെ നമ്മളിൽ എന്തുണ്ടായി? പെർസെപ്ച്വൽ ബാരിയർ. കാരണം അയാളെ പ്രായം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇയാളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്ന്. അപ്പൊ അത് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? കാര്യങ്ങൾ വേഗം പറഞ്ഞ് അവിടുന്ന് എസ്കേപ്പ് ആവും. നമ്മളിനി പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും പറയാൻ വന്ന ആളാണെങ്കിലും, ഹെൽത്ത് എന്ന് പറയാൻ വന്ന ആളാണെങ്കിലും, എന്തെങ്കിലും അവയർനെസ് കൊടുക്കാൻ വന്ന ആളാണെങ്കിലും, നമ്മൾ ചെറുപ്പക്കാരോടാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ പറയും. എന്തുകൊണ്ട് അങ്ങനെ? ഇനി അതല്ല, മറ്റു വല്ല എന്താവശ്യത്തിന് വന്നവരാണെങ്കിലും മുതിർന്നവരെ കണ്ടു കഴിഞ്ഞാൽ വേഗം എസ്കേപ്പ് ആവും. അതിൻ്റെ കാരണമാണ് പെർസെപ്ച്വൽ ബാരിയർ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മാക്സിമം നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട് പെട്ടെന്ന് തന്ന് തീർക്കാൻ ഞാൻ എന്ത് ചെയ്യാം, മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പതിവ് പോലെ തന്നെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒന്ന് കാണുക. ജസ്റ്റ് കാണുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്ത് ചെയ്യൂ, ഷെയർ ചെയ്യൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.